നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലത്തിനനുസരിച്ച് മാറാത്ത പല കമ്പനികളും ഇന്ന് ഈ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി എന്നുള്ളത് ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമാകുന്ന ഒരു കഥ തന്നെയാണ്. എന്നാൽ കാലത്തിന് ഒരു പിടി മുന്നിലെറിഞ്ഞ കമ്പനികൾ, പ്രത്യേകിച്ച് വാഹന മേഖലയിലും ഇലക്ട്രോണിക്സ് മേഖലയിലും പരിശോധിച്ചാൽ അവർ ഒരുപാട് മുന്നേറിയെന്നും ഇപ്പോൾ വിപണിയിൽ ആധിപത്യം പുലർത്തുന്നെന്നും കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത്തരത്തിൽ ഇപ്പോൾ ഒരു ഭാവി സാങ്കേതിക ലോകം പണിത് ജീവിക്കുന്ന പരീക്ഷണശാല നിർമ്മിക്കുവാൻ ഒരുങ്ങിയിരിക്കുകയാണ് ടൊയോറ്റ എന്ന കമ്പനി. അതായത് ഇനി മുതൽ വെറും ഒരു കാർ നിർമ്മാതാവായിരിക്കാൻ മാത്രമല്ല കമ്പനി ആഗ്രഹിക്കുന്നത്, മറിച്ച് സെൽഫ് ഡ്രൈവ് വാഹനങ്ങൾ ഓടുന്ന നഗരങ്ങൾ നിർമ്മിക്കുവാൻ ടൊയോറ്റ ആഗ്രഹിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ടൊയോറ്റ ഒരുപടി മുന്നിൽ തന്നെയല്ലേ. ജപ്പാനിലെ മൗണ്ട് ഫുജിയുടെ താഴെയുള്ള 175 ഏക്കർ പ്രോട്ടോടൈപ്പ് സ്മാർട്ട് മുനിസിപ്പാലിറ്റിയായ വ്യൂ1 നഗരം വികസിപ്പിക്കാനാണ് കമ്പനി ആഗ്രഹിക്കുന്നത്. തിങ്കളാഴ്ച നടന്ന ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് ഷോയിലാണ് കമ്പനി പ്രഖ്യാപിച്ചത്. ജീവിതകാലത്തെ അവസരമായി ടൊയോറ്റ പ്രസിഡന്റ് അകിയോ ടൊയോഡോ ഇത് പറയുകയും ചെയ്തു. ഭാവിയിലെ സാങ്കേതിക വിദ്യകൾ സ്വയംഭരണ വാഹനങ്ങൾ മുതൽ സ്മാർട്ട് ഹോം സെന്ററുകൾ, റോബോട്ടിക്സ് എന്നിവ പരീക്ഷിച്ച് ദൈനംദിന ജീവിതത്തിൽ സംയോജിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ജീവനുള്ള ലബോറട്ടറിയാണ് ഇനി മുതൽ വ്യൂ1 നഗരമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ടൊയോറ്റ മുഖ്യപ്രഭാഷണത്തിനിടെ മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്: നിങ്ങളിൽ ചിലർ ആശ്ചര്യപ്പെടുന്നുണ്ടെന്ന് എനിക്ക് കൃത്യമായി അറിയാം. ഈ വ്യക്തിക്ക് മനസ്സ് നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്താണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. വില്ലി വോങ്കയുടെ ജപ്പാനീസ് പതിപ്പാണോ എന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ ഇത് ടൊയോറ്റയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യ 5 വർഷത്തിനുള്ളിൽ 2000-ഓളം പേർക്ക് പ്രവർത്തനവും പാർപ്പിടവും ലക്ഷ്യമിട്ട് 2021 തുടക്കത്തിൽ വ്യൂ1 നഗരം ആരംഭിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് തീർച്ചയായും പ്രവാസികൾക്കും ഒരു അനുഗ്രഹമായിരിക്കും. കാരണം അത്രയധികം തൊഴിലവസരങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത്. താമസക്കാർ പ്രധാനമായും ടൊയോറ്റ ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും മറ്റ് ഷെയറിട്ട കമ്പനികളും സന്ദർശിക്കുന്ന ശാസ്ത്രജ്ഞരും ആയിരിക്കും. ഹ്രസ്വകാല പ്രൊജക്ടുകളുടെ അവരുടെ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുവാൻ പുറത്തുനിന്നുള്ള ഗവേഷകരെ ഇവർ അനുവദിക്കുകയും ചെയ്യും. ഇതുതന്നെയാണ് കമ്പനി ഈ നഗരത്തിൽ പദ്ധതിയിടുന്നത്. നഗരത്തിന്റെ കെട്ടിടങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും ഡാനിഷ് വാസ്തുശില്പിയായ ജാർക്ക് ഇംഗൽസ് ആണ്. അവരുടെ കമ്പനിയായ ജാർക്ക് ഇംഗൽസ് ഗ്രൂപ്പ്, അതായത് ബിഗ്, മുമ്പ് ഗൂഗിളിന്റെ ലോഗോയുടെ ആസ്ഥാനത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അടുത്തിടെ പൂർത്തിയായ വാൻകുവാൻഹ, ടൊറോണ്ടോയുടെ കിങ് സ്ട്രീറ്റ് ബെൽസ്, അയൽ പ്രദേശങ്ങളിലെ പുനർവികസനം ഉൾപ്പെടെ നിരവധി കനേഡിയൻ പ്രൊജക്ടുകളിലും ബിഗ് പങ്കാളിയായി എന്നുള്ളതും ഇവരുടെ ആധിപത്യം സൂചിപ്പിക്കുന്നു. വ്യൂ1 നഗരത്തിന്റെ തെരുവുകളെ 3 തരം ഉപയോഗങ്ങൾക്കായി വിഭജിക്കും. വേഗതയേറിയ വാഹനങ്ങൾക്കുള്ള റോഡുകൾ, ലോ സ്പീഡ് മൊബിലിറ്റി ഓപ്ഷനുകളുടെ മിശ്രിതത്തിനായുള്ള പാതകൾ എന്നിങ്ങനെയാണ് അവ. കാൽനടക്കാർക്കായുള്ള ഒരു പാതയും നിർമ്മിക്കും. സ്വയംഭരണ വാഹനങ്ങൾ പരീക്ഷിക്കുവാൻ സഹായിക്കുന്ന ഒരു ഓർഗാനിക് ഗ്രീൻ പാറ്റേൺ രൂപവൽക്കരിക്കുന്നതിന് തെരുവുകൾ ഒരുമിച്ച് തയ്യാറാക്കുകയും ചെയ്യും. അതിനാൽ വ്യൂ1 നഗരം ഇനി മുതൽ ഒരു സംഭവമായിരിക്കും. ടൊയോറ്റയുടെ ഉടമസ്ഥയിലുള്ള ഹിജുവോഗ ഫ്രീ സ്ട്രക്ചറിൽ അടുത്തിടെ അടച്ച ഫാക്ടറിക്ക് പകരം വ്യൂ1 നഗരം സ്ഥാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഗോഫ്നർ പറയുന്നതനുസരിച്ച് അവിടുത്തെ സർക്കാർ പദ്ധതിയിൽ നിന്ന് ഗണ്യമായ സാമ്പത്തിക നിക്ഷേപം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സ്വകാര്യ ഉടമസ്ഥയിലുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായ പഠനം നടത്തി അർത്ഥവത്തായ അളവിൽ കാര്യങ്ങൾ നടത്തുവാൻ കമ്പനിയെ പ്രേരിപ്പിക്കുമെന്നും അറിയാൻ കഴിയുന്നു. ഇത് ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ടൊയോറ്റയുടെയും മറ്റ് കാർ നിർമ്മാതാക്കളുടെയും നിലവിലുള്ള നഗരങ്ങളിൽ സ്വയംഭരണ സാങ്കേതിക വിദ്യകൾ എളുപ്പത്തിൽ വിന്യസിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല പണിതെടുത്ത ഒരു നഗരം വിപരീതമായി ചെയ്യാനുള്ള ഒരു ശ്രമത്തിലുമാണ് ഇപ്പോൾ. സാങ്കേതിക വിദ്യയ്ക്ക് ചുറ്റും ഒരു മുനിസിപ്പാലിറ്റി രൂപകൽപ്പന ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശവും. എന്തായാലും ഇത്തരത്തിൽ ഒരു സ്ഥാപനം ഉടൻ തന്നെ രൂപവൽക്കരിക്കപ്പെട്ടാൽ അന്യനാടുകളിൽ പോയി കഷ്ടപ്പെടുന്ന പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമാകുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.